രേണു സുധി പ്രത്യേകിച്ച് ആർക്കും പരിചയപ്പെടുത്തേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. ഓൾറെഡി ഈ രേണു സുധിയും ദാസേട്ടനും തമ്മിൽ ചാന്തുപൊട്ടിലെ ഒരു സോങ് അഭിനയിച്ചിട്ടുണ്ടായിരുന്നു, ഒരു റീല്. ആ റീല് ഒരുപാട് പേര് പിന്തുണച്ചും അതുപോലെ തന്നെ വിമർശിച്ചും രംഗത്തെത്തിയിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് എല്ലാവരും അവരുടെ പക്ഷം തന്നെയാണ് നിന്നത്. അവരുടെ ജീവിതമാണ്, അവര് ജീവിക്കട്ടെ, അതിൽ ചോദ്യം ചെയ്യാൻ ആർക്കും അവകാശമില്ല. ഇപ്പോഴും അങ്ങനെ തന്നെ പറയുന്നു. പക്ഷേ ഈ രേണു സുധീനെ ഇതേപോലെ സ്നേഹിച്ചും സപ്പോർട്ട് ചെയ്തും കൊണ്ട് നടക്കുന്ന ഒരുപാട് പേരുണ്ട്. രേണു സുധീനെ ഇഷ്ടപ്പെടുന്നവരുണ്ട്. രേണു സുധീന്റെ റീലുകൾക്കും ഫോട്ടോകൾക്കും ലൈക്കും കമന്റും ഷെയറും ഒക്കെ കൊടുക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പം ഇതിനു മുന്നേ രേണു സുധി ഒരു നവവധുവായിട്ട് ഒരുങ്ങി ഒരു ഫോട്ടോ വൈറലായിട്ടുണ്ടായിരുന്നു. അന്നും ഇതേപോലെ കൺഫ്യൂഷൻസ് ഒക്കെ വന്നു. പക്ഷെ അതൊരു ഫോട്ടോഷൂട്ടാണെന്ന് പറഞ്ഞിരുന്നു. ഇപ്പൊ ഈ അടുത്ത് രേണു സുധീന്റെ ഒരു ഫോട്ടോ വളരെ വലിയ തോതിൽ വൈറലായി. രേണു ഇപ്പം ഫോട്ടോ ഇട്ടാലും റീൽ ഇട്ടാലും അത് നല്ല രീതിയിൽ വൈറലാകുന്നുണ്ട്. മില്യൺ കണക്കിന് വ്യൂസ് ഒക്കെ വരുന്നതുകൊണ്ട് ഡോക്ടർ മനു ഗോപിനാഥ് എന്നയാളുമായിട്ട് രേണു സുധി കഴിഞ്ഞ ദിവസം ഒരു ഫോട്ടോഷൂട്ട് നടത്തിയിരുന്നു. ഈ ഒരു ഫോട്ടോ പബ്ലിക് ആയതിനെ തുടർന്ന് രേണു തന്റെ ഇൻസ്റ്റാഗ്രാമിൽ കുറിച്ചത് ഇതേക്കുറിച്ച് ഒരുപാട് പറയാനുണ്ട് എന്നൊരു പോസ്റ്റ് മാത്രമാണ് രേണു കുറിച്ചത്. ഇതൊരു ഫോട്ടോഷൂട്ടാണ് എന്നൊന്നും രേണു പറഞ്ഞിട്ടില്ല. ഇതിനെക്കുറിച്ച് ഒരുപാട് പറയാനുണ്ട്, അത്ര മാത്രമാണ് പറഞ്ഞിട്ടുള്ളൂ. അപ്പം ഇതിലൂടെ തന്നെ നമുക്ക് ഇത് മനസ്സിലാക്കാം, ആളുകളെ കൺഫ്യൂഷൻ ആക്കാനുള്ള പരിപാടി തന്നെയാണ് അവിടെ രേണു ചെയ്തിരിക്കുന്നത്. അതായത് കാണുന്നവർക്ക് മനഃപൂർവ്വം കൺഫ്യൂഷൻ ആകാൻ വേണ്ടിയിട്ട് ചെയ്തതുപോലെ തന്നെയാണ് ആ പോസ്റ്റ് ഇട്ടേക്കുന്നത്. പരമാവധി റീച്ച് കിട്ടുക എന്നുള്ളത് തന്നെയാണ് ഉദ്ദേശം എന്നുള്ളത് മനസ്സിലാക്കാം. ഈ ഡോക്ടർ മനു ഗോപിനാഥ് എന്ന് പറയുന്നത് ഫോട്ടോ എടുത്ത് തന്നെ വൈറലാകാൻ വേണ്ടി തുനിഞ്ഞിറങ്ങിയിട്ടുള്ള ഒരാളാണ്. ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഈ സപ്പോർട്ട് ചെയ്യുന്നവരെയൊക്കെ മണ്ടന്മാരാക്കുന്ന കാര്യമാണ് ഇവർ ഈ ഫോട്ടോഷൂട്ടിലൂടെ ചെയ്തേക്കുന്നത്. പിന്നെ ഈ ഡോക്ടർ മനു ഗോപിനാഥും ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്, അതും കൂടി ഞാനൊന്ന് വായിച്ചേപ്പിച്ചു തരാം. അപ്പം അതിന് ആദ്യത്തെ വരി തന്നെ, വൈറൽ ഫോട്ടോഷൂട്ടുകളുടെ രാജകുമാരനും റീൽസുകളുടെ രാജകുമാരിയും ഒരുമിച്ചു എന്നതാണ് ആദ്യത്തെ ലൈൻ. അതിനുശേഷം എഴുതിയിരിക്കുന്നത്, രാജകുമാരന്റെ കൈകളിലേക്ക് പറന്നിറങ്ങിയ മാലാക, ഇനി അവൾ സുരക്ഷിതയായി എന്നോടൊപ്പം ഇരിക്കട്ടെ. ഇത് ഞങ്ങളുടെ പ്രണയം തുളുമ്പുന്ന കുറച്ച് നല്ല ചിത്രങ്ങളാണ്. ഈ ചിത്രങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് സംശയങ്ങൾ ഉണ്ടാകും എന്ന് ഞങ്ങൾക്ക് രണ്ടുപേർക്കും അറിയാം. ഈ ചിത്രങ്ങളുടെ സത്യാവസ്ഥ എന്താണെന്ന് അറിയാൻ ഇതേ തുടർന്ന് വരുന്ന ഞങ്ങളുടെ ചാനൽ ഇന്റർവ്യൂ നിങ്ങൾ കണ്ടാൽ മതി. അപ്പൊ എന്താണ്, ഒരു പോസ്റ്റിലൂടെ ഇതൊരു ഫോട്ടോഷൂട്ടാണ് എന്ന് ഇവരുടെ സബ്സ്ക്രൈബേഴ്സിനെ അറിയിക്കാൻ വേണ്ടിയിട്ട് ഇവർക്ക് പറയാം. പക്ഷെ അതിനൊന്നുമില്ല. ഇതൊരു സീരിയൽ എപ്പിസോഡ് പോലെ ഇന്നത്തെ എപ്പിസോഡ് കഴിഞ്ഞു, ഇനി അടുത്ത എപ്പിസോഡ് കാണണം എന്നുണ്ടെങ്കിൽ ഇവരുടെ ഇന്റർവ്യൂ വരുന്നത് വരെ വെയിറ്റ് ചെയ്തിട്ട് ഇവരെന്താണ് പറയുന്നതെന്നുള്ളത് സബ്സ്ക്രൈബേഴ്സ് എല്ലാവരും കേൾക്കണം, അല്ലെങ്കിൽ ഇവരെ ഇഷ്ടപ്പെടുന്ന എല്ലാവരും കേൾക്കണം. അതാണ് ഇവരിവിടെ പറയുന്നത്. നിങ്ങളുടെ എല്ലാ ചോദ്യങ്ങൾക്കുമുള്ള മറുപടി അവിടെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. നിങ്ങളുടെ സ്നേഹവും പ്രാർത്ഥനയും അനുഗ്രഹവും സപ്പോർട്ടും തുടർന്നും ഞങ്ങളോടൊപ്പം ഉണ്ടാകുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ഞങ്ങളുടെ നല്ല ദിവസത്തിനൊപ്പം നിന്നവർക്കൊക്കെ 1000 നന്ദി. രാജകുമാരന്റെയും രാജകുമാരിയുടെയും ജീവിതയാത്ര ഇവിടെ തുടരുന്നു. സ്നേഹപൂർവ്വം നിങ്ങളുടെ സ്വന്തം ഡോക്ടർ മനു ഗോപിനാഥ്. അപ്പൊ ഒരു പോസ്റ്റ് മൊത്തം കൺഫ്യൂഷൻ ആണ്. അപ്പം ഇത് വായിച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്, രാജകുമാരി, രാജകുമാരൻ, പ്രണയം, ജീവിതയാത്ര എന്നിങ്ങനെ വായിക്കുന്നവരെ കംപ്ലീറ്റ് കൺഫ്യൂസ്ഡ് ആക്കുന്ന ഒരു പോസ്റ്റാണ് ഇട്ടിരിക്കുന്നത്. എന്താണ് പറഞ്ഞിരിക്കുന്നത്, ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽ അറിയണമെന്നുണ്ടെങ്കിൽ ഇന്റർവ്യൂ കാണണം. അപ്പം ഇവരെ സപ്പോർട്ട് ചെയ്യുന്നവരെയും ഇവരെ സ്നേഹിക്കുന്നവരെയും എല്ലാവരെയും ഇവര് മണ്ടന്മാരാക്കിയല്ലേ ചെയ്യുന്നത്. ഒരു ഫോട്ടോഷൂട്ടാണ് എന്ന് ഒറ്റ വാക്കിൽ പറയേണ്ട കാര്യത്തിന് വേണ്ടിയിട്ട് ഇവരുടെ അടുത്ത ഇന്റർവ്യൂ വരുന്നോടം വരെ അവര് വെയിറ്റ് ചെയ്യണം. രേണു പറഞ്ഞിരിക്കുന്നതും അതുപോലെ തന്നെയാണ്. ഒരു വരയിൽ ഇതൊരു ഫോട്ടോഷൂട്ടാണ് എന്ന് എഴുതാൻ അറിയില്ലാത്തത് കൊണ്ടൊന്നും അല്ലല്ലോ. ഇങ്ങനെ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്നത് എന്തിനാണ്? ഇപ്പോൾ രേണു വിവാഹം കഴിച്ചാൽ എന്താണ് പ്രശ്നം, ആർക്കാണ് പ്രശ്നം? അവരൊരു വിധവയാണ്, അവർക്ക് ഇനി മുന്നോട്ട് ജീവിതം കിടപ്പുണ്ട്. അവരൊരു വിവാഹം കഴിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് ആരുടെയും പ്രശ്നമല്ല. അവരുടെ ജീവിതം, അവരുടെ സന്തോഷം അവർക്ക് തീരുമാനിക്കാം. പക്ഷെ എന്ന് കരുതി ഇതേപോലുള്ള പ്രേക്ഷകരെ, ഇവരെ സപ്പോർട്ട് ചെയ്യുന്നവരെ ഇങ്ങനെ കൺഫ്യൂസ്ഡ് ആക്കി റീച്ച് ആക്കി എടുക്കേണ്ട ആവശ്യമുണ്ടോ എന്നുള്ളതാണ് എന്റെ ചോദ്യം.